എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ കൊറോസെ അയച്ചുള്ള ഗാർലിംഗ് ഫിഗർലൻഡിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ക്യാരക്ടറിന് വളരെ ഹൈപ്പാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൺ ഓഫ് ദ കൊറോസയായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ കൊല്ലുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷാങ്സിൻ്റെ അച്ഛൻ കൂടിയാണ് നമ്മുടെ ഗാർലിംഗ് ഫിഗർലൻഡ്. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിന് നമ്മുടെ സ്റ്റോറിയിൽ വളരെ ഹൈപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പവർ ലെവൽ എത്രയായിരിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോയുടെ മോട്ടിവേഷൻ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നത് 10 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ വെക്കുന്ന ടാർഗറ്റ്. ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ കൂടി ഒന്ന് ശ്രമിക്കുക. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ഗാർലിങ്ങിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗാർലിംഗ് വളരെ പവർഫുള്ളാണ്. തൻ്റെ പ്രൈം ടൈമിൽ ഗാർലിംഗ് ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഫീറ്റ്സാണ് നമ്മുടെ ഗാർലിങ്ങിനുള്ളത്. ഇതൊന്നും കൺഫേംഡ് ആയിട്ടുള്ളതല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം സത്യമാണെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ചെസ്റ്റിൽ ആ സ്കാർ കൊടുത്തത് നമ്മുടെ ഗാർലിംഗ് ഫിഗർലാൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് സത്യമാണെന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഷാങ്സിനെ വൈറ്റ് ബീഡ് കണ്ട സമയത്ത് ഷാങ്സിനോട് നമ്മുടെ വൈറ്റ് ബീഡ് പറയുന്നുണ്ട്, നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെസ്റ്റിലുള്ള ആ സ്കാറാണ് ഓർമ്മ വരുന്നതെന്ന്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഷാങ്സിൻ്റെ ഫാദറാണ് നമ്മുടെ ഗാർലിംഗ് ഫിഗർലാൻഡ്. അപ്പോൾ ഏകദേശം ഫിമിലർ ആയിട്ടുള്ള ഒരു ഫേസ് കൂടിയാണ് നമ്മുടെ ഗാർലിങ്ങിനും ഷാങ്സിനും ഉള്ളത്. നമ്മളിപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഗാർലിങ്ങിൻ്റെ ഫേസും അതുപോലെ തന്നെ ഷാങ്സിൻ്റെ ഫേസും വളരെ വലിയ സിമിലാരിറ്റി തന്നെയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വൈറ്റ് ബീഡ് അങ്ങനെ പറയാൻ കാരണം. പിന്നെ നമ്മളെ റെയിലിയുടെ മുഖത്തുള്ള ആ സ്കാറും നമ്മുടെ ഗാർലിംഗ് ആണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലെങ്കിലും ഈ സ്കാർ നമ്മുടെ റെയിലിക്ക് കിട്ടിയതും നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഒരു വലിയൊരു ഫൈറ്റ് നമ്മുടെ റെയിലിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ടാകുമോ. എന്നാലും ഒരു സ്പോർട്സ്മാന് മാത്രമേ അങ്ങനെയുള്ളൊരു സ്കാർ നമ്മുടെ റെയിലിയുടെ മുഖത്ത് കൊടുക്കാൻ പറ്റൂ. അതിന് ചാൻസ് കൂടുതൽ ഗോഡ് വാലി തന്നെയാണ്. ഗോഡ് വാലിയിൽ ഒരുപക്ഷെ നമ്മുടെ റെയിലിൽ നമ്മുടെ ഗാർലിങ്ങിനെ കൂടെയും ഫൈറ്റ് ചെയ്ത് കാണും. ഒരുപക്ഷെ ആ ടൈമിലായിരിക്കും നമ്മുടെ ഗാർലിംഗ് നമ്മുടെ റെയിലിയുടെ മുഖത്ത് ആ സ്കാർ കൊടുത്തിട്ടുണ്ടാക്കുക. ഇതത്ര സോളിഡ് ആയിട്ടുള്ളൊരു തിയറി ഒന്നുമല്ല. ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു സോളിഡ് ആയിട്ടുള്ളൊരു എവിഡൻസ് പോലും നമ്മുടെ കയ്യിലില്ല. പിന്നെ നമ്മുടെ ഗാർലിംഗ് നമ്മുടെ ഷാങ്സിൻ്റെ അച്ഛൻ കൂടിയാണ്. നമുക്കറിയാം ഷാങ്സ് എത്രമാത്രം പവർഫുൾ ആണെന്ന്. ഒരുപക്ഷെ നമ്മുടെ ഗാർലിംഗും അതുപോലെ തന്നെ പവർഫുൾ ആകാൻ ചാൻസ് ഉണ്ട് തൻ്റെ പ്രൈം ടൈമിൽ. പിന്നെ അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഗാർലിങ്ങിന് ഇപ്പം നമ്മുടെ ഇമൂസാമ നമ്മുടെ യോക്കായി ഫോമും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പവർ കിട്ടിയതോടുകൂടി നമ്മുടെ ഗാർലിങ്ങിന് വയസ്സായത് കൊണ്ടുള്ള എല്ലാതരം ഡിസഡ്വാൻറ്റേജസും ഇല്ലാതായി കാണും. കാരണം ഈ ഒരു പവർ നമ്മുടെ ഗാർലിങ്ങിന് ഇൻസ്റ്റൻറ്റ് റീജനറേഷൻ അതുപോലെ തന്നെ എത്ര ടൈം എടുത്താലും തളരാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർലിങ്ങിന് തൻ്റെ പ്രൈം ടൈമിൽ താൻ എങ്ങനെയായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത് അതുപോലെ നമ്മുടെ ഗാർലിങ്ങിന് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർലിംഗ് ഫൈനൽ വാറിൽ വലിയൊരു റോൾ തന്നെ വഹിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ റവല്യൂഷണറി ആർമിയുടെ ലീഡറായിട്ടുള്ള ഡ്രാഗൻ ആയിക്കോട്ടെ നമ്മുടെ ഗാർലിങ്ങിനെ കുറിച്ച് പേടിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പേടിയല്ല, നമ്മുടെ ഡ്രാഗന് നമ്മുടെ ഗാർലിങ്ങിനെ കുറിച്ച് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഗാർലിംഗ് എത്ര വലിയൊരു ഒബ്സ്റ്റിക്കലായിരിക്കും നമ്മുടെ റവല്യൂഷണറി ആർമിക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ഡ്രാഗന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർലിങ്ങിന് നമ്മുടെ സ്റ്റോറിയിൽ ഇനി അങ്ങോട്ട് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. അത്രമാത്രം ഹൈപ്പാണ് നമ്മുടെ ഗാർലിങ്ങിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗാർലിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഇനി മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സ് കണ്ടേ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നവരും ബൈ.